ഹലോ ആൾ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പം വന്നിരിക്കുന്നത്. IBPS RRBയുടെ, അതായത് IBPSൻ്റെ ഗ്രാമീൺ ബാങ്ക് എക്സാംസ്, റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതായത് PO ക്ലർക്ക് ആൻഡ് SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഈ മൂന്നെണ്ണത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പം അന്നേരം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു 6-ാം തീയതി ആയിരുന്നു നോട്ടിഫിക്കേഷൻ. ജൂൺ 6-ാം തീയതി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ജൂൺ 7 തൊട്ട് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 7 തൊട്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27 ജൂണിലാണ്. ജൂൺ 7-ാം തീയതി തൊട്ട് ജൂൺ 27 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. വൈകുന്നേരം ഒരു 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡേറ്റുകളും അത് തന്നെയാണ്. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എന്ന് പറയുന്നത് പ്രീ എക്സാം ട്രെയിനിങ് എന്നുള്ളതാണ്. ഡൗൺലോഡിങ് ഹാൾ ടിക്കറ്റ് ജൂലൈ 2024 പ്രീ എക്സാം ട്രെയിനിങ്ങിൻ്റെ ഹോൾ ടിക്കറ്റ് വരും. പ്രീ എക്സാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്, ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അതവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അതേപോലെ അത് പ്രീ എക്സാം ട്രെയിനിങ് നടക്കുന്നത് 22 തൊട്ട് 27 വരെ, ജൂലൈ 22 തൊട്ട് 27 വരെയാണ്. അതേപോലെ തന്നെ പ്രിലിമിനറിയുടെ ഹോൾ ടിക്കറ്റ്, അതായത് നമുക്ക് 2 എക്സാംസാണ്. ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ 2 എക്സാമാണ്. ഒരു പ്രിലിമിനറി എക്സാമും കാണും, ഒരു മെയിൻ എക്സാമും കാണും. അതിൻ്റെ പ്രിലിമിനറിയുടെ IBPS RRBയുടെ പ്രിലിമിനറിയുടെ എക്സാംസിൻ്റെ ഹോൾ ടിക്കറ്റ്, ഇപ്പം PO ആയാലും ക്ലർക്ക് ആയാലും പ്രിലിംസ് ഉണ്ട്. IBPS RRB SOയ്ക്ക് പ്രിലിമിനറിയിൽ ഒറ്റ എക്സാമേ ഉള്ളൂ. POയുടെയും ക്ലർക്കിൻ്റെയും എക്സാംസ് എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ചയുള്ള വ്യത്യാസമേ കാണും. ഇപ്പം ആദ്യത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഓഗസ്റ്റ് ആദ്യത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും POയുടെ എക്സാം ആണെങ്കിൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ക്ലർക്കിൻ്റെ എക്സാം കാണും. അപ്പം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമായിരിക്കും. ഓഗസ്റ്റ് ആദ്യത്തെ 2 ആഴ്ചയോ അല്ലെങ്കിൽ 3-ാമത്തെ 4-ാമത്തെ ആഴ്ചയോ 2-ാമത്തെ 3-ാമത്തെ ആഴ്ചയോ എന്തുണ്ടാവും, പ്രിലിമിനറി എക്സാംസ് ഉണ്ടാവും. പിന്നെ അതേപോലെ അതിൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം വരും. അതേപോലെ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് സെപ്റ്റംബറിൽ തന്നെ വരും. അതുകൊണ്ട് പിന്നെ കാര്യങ്ങൾ സ്പീഡി നടക്കും. ഓഗസ്റ്റ് പ്രിലിമിനറി എക്സാം കഴിയും. ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തെ 2 ദിവസത്തോടുകൂടി, ഒരു ആദ്യത്തെ ആഴ്ചയോടുകൂടി എന്ത് വരും, മെയിൻസിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് എന്ത് വരും, സെപ്റ്റംബർ ഒരു പകുതി ആകുമ്പോഴത്തേന് മിക്കവാറും ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വരും. അതായത് പാസ്സായവർക്ക്, പ്രിലിമിനറി എക്സാംസ് പാസ്സായവർക്കുള്ള ഹോൾ ടിക്കറ്റ് വരും. അതേപോലെ തന്നെ മെയിൻ എക്സാം എന്നാണ് ഒക്ടോബർ 2024, അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം വരും. അതേപോലെ ഒക്ടോബറിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇൻ്റർവ്യൂ, അതായത് ഓഫീസർ സ്കെയിൽ. ഇപ്പം ഞാൻ പറഞ്ഞു ക്ലർക്കിനും POയ്ക്കും മാത്രമേ പ്രിലിമിനറി എക്സാം ഉള്ളതെന്ന് പറഞ്ഞു. മെയിൻ എക്സാം അല്ലെങ്കിൽ സിംഗിൾ എക്സാം ആയിരിക്കും. അതൊക്കെയാണ് സ്കെയിൽ 2, സ്കെയിൽ 3 ഓഫീസേഴ്സ്. അത് ഓഫീസർ സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സാണ്. അത് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് താഴോട്ട് ഡിസ്കസ് ചെയ്യാം. അവർക്ക് ഒറ്റ എക്സാമേ കാണും. അതും എന്തിൻ്റെ കൂടെ തന്നെ നടക്കും, ഈ മെയിൻസിൻ്റെ എക്സാം നടക്കുന്ന എന്നാണോ അന്ന് തന്നെ ഇതിൻ്റെ എക്സാം നടക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് റിസൾട്ട് ഒക്ടോബറിൽ തന്നെ ഡിക്ലെയർ ചെയ്യും. ഒക്ടോബർ നവംബറിൽ അതിൻ്റെ ഇൻ്റർവ്യൂ ഹോൾ ടിക്കറ്റ്, അതായത് ഏതിന് ഇൻ്റർവ്യൂ ഇല്ല, ക്ലർക്കിൻ്റെ എക്സാംസിന് ഇൻ്റർവ്യൂ ഇല്ല. ഓഫീസ് അസിസ്റ്റൻ്റ്, അതായത് ക്ലർക്ക് എന്ന് പറയുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണ് അവർ പറയുന്നത്. ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാംസിന് ഇൻ്റർവ്യൂ ഇല്ല. പക്ഷേ എന്തിനൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട്, സ്കെയിൽ 1 ഓഫീസർ, പ്രൊബേഷണറി ഓഫീസറുടെ എക്സാമിന് ഇൻ്റർവ്യൂ ഉണ്ട്. അത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറുടെ എക്സാംസിനും ഇൻ്റർവ്യൂ ഉണ്ട്. അത് ഒക്ടോബർ നവംബറിൽ ആ ഇൻ്റർവ്യൂ നടക്കും. അതേപോലെ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആദ്യം ഹോൾ ടിക്കറ്റ് വരും. നവംബറിൽ ഇൻ്റർവ്യൂ നടക്കും. അതേപോലെ തന്നെ ജനുവരി 2025 അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതായത് നിങ്ങൾക്കൊരു ബാങ്കിൽ ജോലി കിട്ടിയോ ഇല്ലയോ എന്നറിയും ജനുവരി 2025 അറിയും. അതായത് 6 മാസത്തിനകത്ത് ജോലി നമുക്ക് കയ്യിൽ കിട്ടും. ഇപ്പോൾ ജൂണിൽ തുടങ്ങി ജനുവരി 2025 ജനുവരി 1-ാം തീയതി എന്ത് ചെയ്യും, അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും.
അത് കഴിഞ്ഞ് എന്താണ് അതിനകത്ത് കിട്ടിയവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് എന്തുവരും, ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡറും കൈപ്പറ്റാം. ഇത്രയാണ് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത്. ഡേറ്റ്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. ജൂൺ 7 തൊട്ട് 27 വരെ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റുകളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതിനകത്തുള്ള ഓഫീസേഴ്സ് എന്തൊക്കെയാണ്, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 ഓഫീസേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1 ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് വിൽ ബി 2 ടയർ. എന്താണ്, 2 ടയർ എക്സാം ആയിട്ടാണ് എന്താണ് ഓഫീസ് സ്കെയിൽ 1, അതായത് പ്രൊബേഷണറി ഓഫീസറിനാണ് ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നത്. അതേപോലെ ക്ലർക്കിനാണ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് 2 ഫേസ് ആണുള്ളത്, പ്രിലിമിനറി, മെയിൻ എക്സാം. അതേപോലെ തന്നെ മെയിൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഓഫീസ് സ്കെയിൽ 1 ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്താണ് ഡയറക്റ്റ് പ്രിലിമിനറി, മെയിന്, അത് കഴിഞ്ഞ് എന്താണ് ഇൻ്റർവ്യൂ ഇല്ല, ഡയറക്റ്റ് റിസൾട്ടിലേക്കാണ് വരുന്നത്. ഇനി അതേപോലെ ഓഫീസ് സ്കെയിൽ 1 ആദ്യമേ എന്ത് ചെയ്യും, പ്രിലിമിനറി, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൻ എക്സാം നടത്തും. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ നബാർഡും റീജിയണൽ റൂറൽ ബാങ്കും IBPSൻ്റെ അതോറിറ്റി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പാനൽ ഇൻ്റർവ്യൂ ചെയ്യും നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഉള്ളത് ഇതാണ് വരുന്നത്. പിന്നെ അതേപോലെ പോസ്റ്റ് സ്കെയിൽ 2 ഓഫീസേഴ്സ്, ജനറലിസ്റ്റും ഉണ്ട്, സ്പെഷ്യലിസ്റ്റും ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ സ്കെയിൽ 3 ജേർണലിസ്റ്റും ഉണ്ട്, സ്പെഷ്യലിസ്റ്റും ഉണ്ട് സ്കെയിൽ 2-ന്. പിന്നെ സ്കെയിൽ 3-യും ഉണ്ട്, അതായത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സാണ് ഇതെല്ലാം. അപ്പം അതും എന്താണ്, ഒരു ഒറ്റ എക്സാമേ ഉള്ളൂ, പ്രിലിമിനറി ഇല്ല, അതിന് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞ് റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒന്ന് നോക്കാം. ആദ്യമേ നമുക്ക് നാഷണൽ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാളിലുള്ളവർക്കും അങ്ങനെയുള്ള റെഫ്യൂജീസിനും അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മാത്രം മതി, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒപ്പം ഏജിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓഫീസ് അസിസ്റ്റൻ്റ് ഏജ് എന്ന് പറയുന്നത് 18-ഉം 28-ഉം, അതായത് 18, മിനിമം ഏജ് 18 വയസ്സും മാക്സിമം എത്രയാണ് 28 വയസ്സുമാണ്. അതുപോലെ സ്കെയിൽ 1-നും അത് തന്നെയാണ് 18-30 പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്കെയിൽ 2-നും സ്കെയിൽ 3-ക്കും എന്താണ് 21-32-ഉം 21-40 സ്കെയിൽ 2-ന് 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ സ്കെയിൽ 3-ക്ക് സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് എന്താണ് 21 to 40 ഇയേഴ്സാണ്. ഫോർ സ്കെയിൽ 1 എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ്, 18 to 30 അപ്ലൈ ചെയ്യും. മിനിമം എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ നമുക്ക് പിന്നീട് നോക്കാം. ഇതാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്നാൽ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെയുള്ളവർക്ക് 5 years ഏജ് റിലാക്സേഷൻ. അതായത് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 33 years വരെ അവർക്ക് അയക്കാം. അതായത് ഓഫീസർ ആണെങ്കിൽ 35 years വരെ, ബാക്കി അതേപോലെ തന്നെ 5 years. അതേപോലെ അതർ ബാക്ക്വേർഡ് OBCക്കും എന്താണ് നോൺ ക്രീമി ലെയറിന് എന്ത് ചെയ്യണം, 3 വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കും എന്താണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്നവർക്കും 10 years എന്താണ് എലിജിബിൾ ഇത് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ എക്സ് സർവീസ് മാനും എന്താണ് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ്, എത്ര വർഷമാണോ സർവീസ് ചെയ്ത് അതേ പ്ലസ് 3 years. അപ്പോൾ ടോട്ടൽ ഓഫ് പിന്നെ അത് കഴിഞ്ഞ് അവരിലും എന്താണ് ജനറൽ OBC അങ്ങനെയൊക്കെയുള്ള കാസ്റ്റുകളുണ്ട്. അത് SC STക്ക് 8 വർഷത്തെ റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ഓഫീസേഴ്സിൻ്റെയും 5 years. പിന്നെ വിഡോസ് ഡിസേർവ്ഡ് എക്സ് സർവീസ് മാന് 5 years ഈ റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞേക്കുന്നത് വിഡോസ് ഡൈവേഴ്സ്ഡ് വിമൻസിനും എന്താണ് ഏജ് ക്രൈറ്റീരിയ അവർ അനുവദിച്ചിട്ടുണ്ട്. എല്ലാം നോക്കിയാൽ മതി, ഡീറ്റെയിൽഡായിട്ട് നോക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്താണ്, ഒരു ബാച്ചിലർ ഡിഗ്രി വേണം. അതായത് ഏത് ഡിഗ്രിക്കാർക്കും
ഏത് ഡിഗ്രിക്കാർക്കും, ഇനി BA മലയാളം അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല, ഏത് ഡിഗ്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടറിൽ ഒരു ചെറിയ വർക്കിംഗ് നോളജ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള എല്ലാവർക്കും എന്തായിരിക്കും, കമ്പ്യൂട്ടർ അറിയായിരിക്കും, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പിന്നെന്താണ്, ലോക്കൽ ലാംഗ്വേജ് വേണം, പ്രൊവിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ്. ഇപ്പം റീജിയണൽ റൂറൽ ബാങ്കാണ് വിളിച്ചതെന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, കേരളം അപ്ലൈ ചെയ്യാം, തമിഴ്നാടും അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ ഗുജറാത്തും അപ്ലൈ ചെയ്യാം. ഗുജറാത്ത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹിന്ദിയാണ് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. അതേപോലെ തമിഴ്നാട് എന്ത് അറിഞ്ഞിരിക്കണം, തമിഴ് അറിഞ്ഞിരിക്കണം. അതായത് കർണാടക പറയുമ്പോൾ കന്നഡ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതാണ് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന യോഗ്യത എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അറിഞ്ഞിരിക്കണം. അവർ ലാംഗ്വേജ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് അറിഞ്ഞിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, സ്കെയിൽ 1 ഓഫീസർ സ്കെയിൽ 1, അതായത് പ്രൊബേഷണറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറുടെ ഇതൊന്നും നോക്കാം. ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പ്രിഫറൻസ് പറഞ്ഞേക്കുന്നത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നൊക്കെ ഉള്ളതിന് പ്രിഫറൻസ് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഏതൊരു ഡിഗ്രിക്കാർക്കും അയക്കാവുന്ന എക്സാമാണ്. ഇപ്പം എന്താണ്, പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്കും അയക്കാം, BTechകാർക്കും അയക്കാം. അതേപോലെ തന്നെ BAക്കാർക്കും BScക്കാർക്കും BCAക്കാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം ഓഫീസറായിട്ട്. അതേപോലെ പ്രൊവിഷ്യൻസി, ഇതിലും ഗ്രാമീൺ ബാങ്ക് ആയതുകൊണ്ട് പ്രൊവിഷ്യൻസി ഇൻ ലാംഗ്വേജ് നിർബന്ധമാണ്. എവിടെ അയക്കുന്നോ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് പ്രത്യേകം ടെസ്റ്റ് കാണും, അത് അവർ ടെസ്റ്റ് ചെയ്യും. അതേപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ എന്താണ്, ഓഫീസ് അസിസ്റ്റൻറ്റും ഓഫീസ് സ്കെയിൽ 1നും എന്താവശ്യമില്ല, എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇനി ഓഫീസ് സ്കെയിൽ 2 നോക്കാം. ഓഫീസ് സ്കെയിൽ 2 നമ്മൾ പറഞ്ഞിരുന്നു, 2ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ജനറലിസ്റ്റും ഉണ്ട്, സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇനി ജനറലിസ്റ്റിൻ്റെ കാര്യം നോക്കാം. ജേർണലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, 50% എന്തിന് വേണം, ഡിഗ്രിയാണ് വേണ്ടത്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് 50% എനി ഡിഗ്രി. ഓക്കെ, ഏത് ഡിഗ്രി വേണമെങ്കിലും മതി, അത് 50% മാർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50% മാർക്ക് വേണം. അതേപോലെ തന്നെ 2 വർഷം ഏതെങ്കിലും ഒരു ബാങ്കിലോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർക്ക് ചെയ്തിരിക്കുകയും വേണമെന്ന് പറയും. എന്താണ് പറഞ്ഞേക്കുന്നത്, 50% ഡിഗ്രിയിൽ 50% മാർക്കോടുകൂടി പാസ്സാവുകയും വേണം. അതേപോലെ 2 വർഷം എന്തായിരിക്കണം, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയും വേണം. അതാണ് എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ഇതിലേക്ക് പോവാം. അപ്പോൾ അന്നേരം അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞത് ഓഫീസ് സ്കെയിൽ 2 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു, ജേർണലിസ്റ്റും സ്പെഷ്യലിസ്റ്റുമായിട്ടുണ്ടായിരുന്നു അല്ലേ. ജേർണലിസ്റ്റ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ വേക്കൻസി എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനെ നോക്കാം. സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന് തന്നെ പല രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. IT ഓഫീസേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ലോ ഓഫീസറുണ്ട്, പിന്നെ അതുപോലെ ട്രഷറി മാനേജറുണ്ട്, മാർക്കറ്റിംഗ് ഓഫീസറുണ്ട്, അഗ്രികൾച്ചർ ഓഫീസറുണ്ട്. ഇത്രയും സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സാണ് നമുക്ക് പറയാൻ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഓഫീസറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അത് എന്താണ് വേണ്ടത് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രീസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ. എന്താണ്, ഒന്നുകിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി വേണം, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇത് വേണം. ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. ഇതിനകത്ത് ഇക്വലൻ്റ് ആയിട്ടുള്ള, അതായത് BCAക്കാർക്ക് അപ്ലൈ ചെയ്യാം, BSc കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം, BSc ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം, BTech IT-കാർക്ക് അപ്ലൈ ചെയ്യാം, BTech കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം. എത്ര മാർക്ക് വേണം, മിനിമം 50% മാർക്കിൽ പാസ്സാവുകയും വേണം. പിന്നെ ഡിസറബിൾ ആയിട്ടുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ആസ്പം PhDയും അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ കാര്യം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ആ റിലവൻറ്റ് ഫീൽഡ്, അതായത് IT ഓഫീസറായിട്ട് ഏതെങ്കിലും ഒരിടത്ത് 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതിന് വേണ്ടത് CA ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. CA ആയിട്ട് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ 1 വർഷം ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത് ലോ ഓഫീസറാണ്. അതേപോലെ എന്താണ്, യൂണിവേഴ്സിറ്റി ഡിഗ്രി, എന്താണ്, ലോയിൽ ഡിഗ്രി എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോയിൽ 50% പാസ് മാർക്കോടെ
ലോ പാസ്സായിരിക്കണം, ലോ ഡിഗ്രി പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ 2 വർഷമായിട്ട് അഗ്രികൾച്ചർ അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യണം. എന്താണ്, ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ 2 വർഷമായിട്ട്, ഒന്നെങ്കിൽ 2 വർഷമായിട്ട് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലോ ഓഫീസർ, എന്താണ്, ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ 2 വർഷമായിട്ട് ലോ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ആൾക്കും എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം, ട്രഷറി മാനേജർ എന്നുള്ള പോസ്റ്റാണ് അടുത്ത സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പറഞ്ഞേക്കുന്നത്. അതിലും എന്താണ്, ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ MBA ഇൻ ഫിനാൻസോ പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ 1 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറഞ്ഞേക്കുന്നത് മാർക്കറ്റിംഗ് ഓഫീസറാണ്. MBA ഇൻ മാർക്കറ്റിംഗ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. MBA ഇൻ മാർക്കറ്റിംഗ് പാസ്സാവണം, MBA പാസ്സാവണം മാർക്കറ്റിങ്ങിൽ. അതുപോലെ 1 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസറാണ്. അപ്പോൾ അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 50% മാർക്കോടുകൂടി BSc അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പാസ്സാവുകയും ആ ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത നോക്കാം. ഇനി ഓഫീസർ സ്കെയിൽ 3 ആണ്, സീനിയർ മാനേജർ എക്സാം. ഇപ്പം ഏതെങ്കിലും ഒരു ഇതിനകത്ത് എന്താണ് ഡിഗ്രി 50% ഡിഗ്രി പാസ്സാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ മിനിമം 5 വർഷം ഏതെങ്കിലും ഒരു ബാങ്കിലോ പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയും വേണം. ഇതാണ് എലിജിബിൾ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. എന്താണ്, ഓഫീസ് അസിസ്റ്റൻറ്റിനും ഓഫീസറിനും എന്താണ് മിനിമം ഡിഗ്രി പാസ്സായാൽ മതി. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ എന്താണ്, സ്കെയിൽ 2 ജേർണലിസ്റ്റിനും ഡിഗ്രി പാസ്സാവുകയും വേണം. എത്ര വർഷമായിരുന്നു, 2 വർഷമായിരുന്നു പറഞ്ഞേക്കുന്നത്. ഈ ബാങ്കിൽ വർക്ക് ചെയ്യുകയും വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയും വേണം. അതേപോലെ ഓഫീസ് സ്കെയിൽ 2 പറഞ്ഞേക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞേക്കുന്നത് IT ഓഫീസറുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ലോ ഓഫീസറുണ്ട്, ട്രഷറി മാനേജറുണ്ട്, മാർക്കറ്റിംഗ് ഓഫീസറുണ്ട്, അഗ്രികൾച്ചർ ഓഫീസറുണ്ട്. അപ്പോൾ അതാത് ഫീൽഡിലെ യോഗ്യത വേണം. അതായത് IT ഓഫീസർ ആണെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയോ അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഡിഗ്രിയോ വേണം. 50% മാർക്കും വേണം. 1 വർഷം അതിനകത്ത് വർക്ക് ചെയ്യുകയും വേണം. ചാർട്ടേഡ് അക്കൗണ്ടിനും അതേപോലെ തന്നെ CA ആയിട്ട് പാസ്സാവുകയും 1 വർഷത്തെ CA ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. ലോ ഓഫീസറും അതേപോലെ തന്നെ ലോ ഡിഗ്രി പാസ്സാവണം. അതുപോലെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുകയും വേണം. ട്രഷറി മാനേജറും മാർക്കറ്റിംഗ് ഓഫീസറും അതായത് റിലവൻറ്റ് ഫീൽഡിൽ യോഗ്യതയും വേണം, 1 വർഷം വർക്ക് ചെയ്യുകയും വേണം. അഗ്രികൾച്ചർ ഓഫീസറിനകത്ത് BSc അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചറോ വെറ്റിനറി സയൻസോ പാസ്സാവുകയും വേണം. 50% മാർക്കോടെ പാസ്സാവുകയും വേണം. 2 വർഷം അതിൽ മിനിമം വർക്ക് ചെയ്യാൻ വേണം. അതുപോലെ ഓഫീസ് സ്കെയിൽ 3ക്കും മിനിമം ഡിഗ്രി എന്താണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. പക്ഷേ 5 വർഷം ഏതെങ്കിലും ഒരു ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർക്ക് ചെയ്തിരിക്കണം ഓഫീസറായിട്ട്. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇനി ഫീസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, ജനറലുകാർക്ക് SC ST PWD കാറ്റഗറിക്ക് 175 ഓഫീസേഴ്സ് 1 to 3 സ്കെയിലിന് പറഞ്ഞേക്കുന്നത്. അതേപോലെ ഓഫീസ് അസിസ്റ്റൻറ്റും 175 തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ അകത്ത് എന്തുകൂടെ ചേരും, എക്സ് സർവീസ് മാനിലെ DSM ഡിസബിലിറ്റി പേഴ്സൺസിനും കൂടി ചേരുമെന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും 175 പറഞ്ഞേക്കുന്നത്. ബാക്കി ജനറൽ കാറ്റഗറിയിലുള്ള OBC ജനറൽ കാറ്റഗറി വരുന്നവർക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 850 ഫീസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്രയാണ് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് അപ്ലൈ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ പ്രൊസീജിയേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ആദ്യമേ IBPSൻ്റെ സൈറ്റിൽ കയറുക, അതിനകത്ത് അപ്ലൈ ഓൺലൈൻ എന്ന് കാണും, അതെടുക്കുക. ഏതാണ് വേണ്ടത്, ഓഫീസ് അസിസ്റ്റൻ്റ് ആണോ, ആദ്യമേ ഓഫീസ് അസിസ്റ്റൻറ്റും എന്താണ് ഓഫീസ് സ്കെയിൽ 1 കാണും. അപ്പോൾ ആദ്യമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക, അതിനകത്തുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ഫോർ, രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇമെയിലും മെയിൽ ആദ്യമേ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ഒരു രജിസ്റ്റർ നമ്പർ പാസ്വേഡും വരും, മെയിൽ ID കൊടുത്ത് ഇത് ചെയ്യുക. മെയിൽ ID കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ എന്ത് വരും, ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് മെയിലിലേക്ക് വരും അല്ലെങ്കിൽ ഫോണിലേക്ക് വരും. അപ്പോൾ അത് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അവർ പറഞ്ഞേക്കുക എന്തൊക്കെയാണ്
അടിക്കേണ്ടത്. അത് അടിച്ചു കൊടുക്കുമ്പം ആദ്യമേ എന്ത് ചെയ്യുക, ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ മെയിലിലേക്കും വരും, നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും വരും. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, അത് ഏജ് ക്രൈറ്റീരിയ ഒക്കെ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, അത് പ്രൂഫായിട്ട് കൊടുക്കണം. അതായത് നിങ്ങൾ ഇപ്പം OBC ക്രിമിനൽ ലെയർ, നോൺ ക്രിമിനൽ ലെയറിന് എന്തുണ്ട്, നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, മാർക്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിൽ കൊടുത്തിരിക്കണം. അവർ ചോദിച്ചേക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളത് ചെയ്തിരിക്കണം. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പിന്നീട് ഉണ്ടാവത്തേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി ഏത് വർഷമാണ് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ അവിടെ ചോദിച്ചേക്കും, ഡീറ്റെയിൽസ് ചോദിച്ചേക്കും. അത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകളിലുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യൂ. അടിച്ചു കൊടുക്കുക, ആധാർ നമ്പർ അടിച്ചു കൊടുക്കാനുള്ളത് കാണും, എല്ലാം അടിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ മൂന്നാമത്തെ കേസ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതിന് ഫോട്ടോയ്ക്ക് സൈസ് ഉണ്ട്, അത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ വായിച്ച് നോക്കുമ്പോൾ സൈസ് പറഞ്ഞേക്കും അതെന്താണെന്നും. സിഗ്നേച്ചറിനും നിങ്ങളുടെ സൈൻ ചെയ്ത് അതെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ സൈൻ ചെയ്ത് എന്തൊക്കെയാണ്, ഫോട്ടോ അവരതിൻ്റെ സൈസ് പറഞ്ഞേക്കും, എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞേക്കും. അതേപോലെ സിഗ്നേച്ചർ, ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ സൈസ് പറയും. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എടുത്ത് അതും എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതേപോലെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കും. ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ കൊടുത്തിരിക്കും. അത് നിങ്ങൾ എഴുതി നിങ്ങളുടെ ഹാൻഡിൽ, നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതി സ്കാൻ ചെയ്ത് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അത് ക്ലിയറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും ഇത് മൂന്നിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് എന്താണ് മെൻഷൻ, അത് സർട്ടിഫിക്കറ്റുകൾ, അതായത് OBC-കാർ, SC/ST-കാർ, എന്താണ് എക്സ് സർവീസ്മാൻമാർ, അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. IBPS-ൻ്റെ സൈറ്റിൽ കയറിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഓഫീസ്, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ റീജിയൻ ബേസ്ഡാണ്. അതായത് കേരള അപ്ലൈ ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. അതിൻ്റെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കേരള അപ്ലൈ ചെയ്യാം, കേരള ഉണ്ട്. അതേപോലെ തമിഴ്നാട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യണം. എന്തറിഞ്ഞിരിക്കണം, തമിഴ് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. അതേപോലെ കർണാടക അപ്ലൈ ചെയ്യാം, എന്തറിയണം, കന്നഡ അറിയണം, അല്ലെങ്കിൽ ഹിന്ദി എങ്കിലും മിനിമം കന്നഡ അറിഞ്ഞിരിക്കണം. പിന്നെ ബാക്കിയുള്ള നോർത്തേൺ സ്റ്റേറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നോർത്തിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്തറിഞ്ഞിരിക്കണം, മിനിമം ഹിന്ദി അറിയണം, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിനൊക്കെ അവർ ടെസ്റ്റ് നടത്തും. അതൊക്കെ കേരളമാണെങ്കിൽ മലയാളമാണ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്. അപ്പം അന്നേരം ഇതിലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നോ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തും കിട്ടുന്നത്, പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയും സെൻറ്ററും കിട്ടും. ഇപ്പം ഏകദേശം വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഏകദേശം ക്ലർക്കിന് എനിക്ക് തോന്നുന്നു ഒരു 50 ടോട്ടൽ, അതായത് മൊത്തത്തിൽ ഒരു 50, 80, 100 വേക്കൻസിക്കകത്തുണ്ട്. POയ്ക്കും പ്രൊഫഷണൽ ഓഫീസറിനും അതേപോലെ ഓഫീസ് സ്കെയിൽ 1-നും ഏകദേശം 80 വേക്കൻസിയോളം കേരളത്തിലുണ്ട്. ടോട്ടലാണ് പറഞ്ഞത്. ജനറൽ ഏകദേശം 50-ഉം 60-ഉം പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം അത് നിങ്ങൾ എന്താണ് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. എന്തായാലും ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പം ഇതിൻ്റെ എക്സാംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം. എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.